ഞാനിന്ന് അക്ഷരനഗരിയായ കോട്ടയത്താണ് നിൽക്കുന്നത്. എൻ്റെ പിന്നിൽ നിങ്ങൾ കാണുന്നത് കോട്ടയം ചിന്മയ മിഷനും മിഷൻ്റെ ആശ്രമ ശിബിരവുമാണ്. കോട്ടയത്തെ വളരെ പ്രശസ്തമായ ചിന്മയ മിഷൻ്റെ വിശേഷങ്ങളാണ് നമ്മളിന്ന് അറിയുന്നത്. എല്ലാവർക്കും ഈ വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ എൻ രാജഗോപാൽ, കോട്ടയം ചിന്മയ മിഷൻ്റെ പ്രസിഡൻ്റാണ്. ഗോൾഡൻ ജൂബിലിയോട് അടുത്ത് എത്തി നിൽക്കുകയാണ് നമ്മുടെ കോട്ടയത്തെ ചിന്മയ മിഷൻ. ഗുരുദേവൻ ആഗ്രഹിച്ചതുപോലെ ജ്ഞാനത്തോടൊപ്പം സാമൂഹ്യ സേവന രംഗത്തും മഹത്തായ മാതൃകയാകാൻ നമ്മൾ ആഗ്രഹിക്കുകയാണ്. ഇപ്പോൾ ഇവിടെ നടക്കുന്ന ദൈനംദിന പ്രവർത്തനങ്ങൾ ഇവയൊക്കെയാണ്. എല്ലാ തിങ്കളാഴ്ചയും ഗീതാപാഠവും, ചൊവ്വ, ബുധൻ, വ്യാഴം ദിവസങ്ങളിൽ സംഗീത ക്ലാസ്സുകളും ഭജനയും, വെള്ളി, ശനി ദിവസങ്ങളിൽ യോഗയും, ഞായറാഴ്ച രാവിലെ ബാലവിഹാർ ക്ലാസ്സുകളും, തുടർന്ന് വിവിധ വാദ്യോപകരണങ്ങളുടെ പഠനം, ശാസ്ത്രസംഗീതം, ഭരതനാട്യം എന്നിവ വിദഗ്ധർ പരിശീലനം നൽകുന്നു. ജീവിതത്തിലെ വിവിധ തലങ്ങൾ ബാലവിഹാർ മുതൽ വാനപ്രസ്ഥം വരെ സജീവമാകാൻ നിങ്ങൾ ഏവരെയും സഹകരണം കോട്ടയം ചിന്മയ മിഷൻ അഭ്യർത്ഥിക്കുന്നു. ചിന്മയാനന്ദ സ്വാമിജി വിഭാവനം ചെയ്ത കുട്ടികൾക്കുള്ള ഒരു ക്ലാസ്സാണ് ബാലവിഹാർ. കോട്ടയം മിഷനിൽ ഇന്നിവിടെ കലാസാധനാലയ എന്ന പേരിൽ വളരെയധികം കാര്യങ്ങൾ നടക്കുന്നുണ്ട്. കുട്ടികൾക്കായിട്ട് മൃദംഗം, മ്യൂസിക്, ഭജന ക്ലാസ്സുകൾ, സംഗീത ക്ലാസ്സുകൾ എന്നിവയെല്ലാം വളരെ ഭംഗിയായിട്ട് നടക്കുന്നു. അത് പ്രായഭേദമന്യേ, ജാതിമത ഭേദമന്യേ എല്ലാവർക്കും പ്രയോജനപ്പെടുന്ന ക്ലാസ്സുകളാണ്. അതുകൊണ്ട് എല്ലാവരും ഈ ക്ലാസ്സുകളിലേക്ക് വരിക. ഹരി ഓം. 1976 ചിന്മയാനന്ദ സ്വാമിജിയുടെ പ്രധാന ശിഷ്യന്മാരിൽ ഒരാളായിട്ടുള്ള ബ്രഹ്മചാരി വേദചൈതന്യ കോട്ടയത്തെത്തുന്നതും ചിന്മയ മിഷൻ്റെ ആദ്യത്തെ സംരംഭം തുടങ്ങുന്നതും. ഭാഗ്യവശാൽ 1976 തന്നെ എനിക്ക് ചിന്മയ മിഷൻ്റെ ഭാഗമാക്കാൻ സാധിച്ചു. സ്വാമിജി എന്നെ ലൈഫ് മെമ്പറാക്കി മാറ്റി. അദ്ദേഹം ആദ്യമേ തന്നെ എനിക്ക് യുവകേന്ദ്രയുടെ ചുമതല ഏൽപ്പിക്കുകയും ചെയ്തു. അന്ന് വളർന്ന ആ പ്രസ്ഥാനം പതുക്കെ വളർന്ന് പുത്തനങ്ങാടിയിൽ ഒരു ചിന്മയ വിദ്യാലയ, ഒരു നഴ്സറി സ്കൂൾ ആരംഭിച്ചു. അത് സാവകാശത്തിൽ വളർന്ന് 1997 ഇല്ലിക്കൽ ഷിഫ്റ്റ് ചെയ്തൊരു CBSE സ്കൂളായിട്ട് ഡെവലപ്പ് ചെയ്തു. അതിനുശേഷം മണ്ണർകാട് ഒരു ആശ്രമം കൂടി ചിന്മയ മിഷൻ്റെ ആഭിമുഖ്യത്തിൽ ആരംഭിക്കാൻ സാധിച്ചു. മറ്റൊരു സുപ്രധാന നാഴികക്കല്ലെന്ന് പറയുന്നത് 2012 ചുങ്കം പയ്യ സെമിനാരി റോഡ്, അതായത് ഗോവിന്ദപുരം എന്ന് പറയും, അവിടെ നമുക്ക് ഒരു ശിഷ്യ മിനി തന്ന ഒരു വലിയൊരു കെട്ടിട സമുച്ചയം, അതിൽ ദേവീ സാന്നിധ്യമുണ്ട്. അവിടെ ഒരു ഗണപതി കോവിൽ നമുക്ക് പ്രതിഷ്ഠ നടത്തുവാൻ സാധിച്ചു. ചിന്മയ മിഷൻ്റെ അന്നത്തെ ആഗോള ആചാര്യൻ സ്വാമിജി തേജോമയാനന്ദജിയാണ് വന്ന് ആ ഗണപതിക്ക് വരദഗണപതി എന്ന് നാമകരണം ചെയ്ത് ആ പുണ്യക്ഷേത്രം എന്ന് ധാരാളം ഭക്തജനങ്ങളെ ആകർഷിച്ചുകൊണ്ടിരിക്കുന്നു. അതുകൂടാതെ കൊച്ചുകുട്ടികൾക്ക്, യുവാക്കൾക്ക്, അമ്മമാർക്ക്, വൃദ്ധജനങ്ങൾക്ക്, സീനിയർ സിറ്റിസൻസിന് എല്ലാമുള്ള
വളരെ വിജ്ഞാനപ്രദമായിട്ടുള്ള പലവിധ പ്രോഗ്രാമുകളും ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നു. എല്ലാവരെയും തന്നെ ഈ മിഷൻ്റെ ഈ ഉദ്യമത്തിലേക്ക് സ്വാഗതം ചെയ്തുകൊള്ളുന്നു. കൂടുതൽ ശക്തിപ്പെടുത്തുവാനും കോട്ടയത്തെ സമൂഹത്തിൽ വലിയൊരു പങ്ക് വഹിച്ച് സാമൂഹ്യ ഉദ്ധാരണത്തിൽ ശ്രമിക്കുവാനും ചിന്മയ മിഷന് അതിയായ ആഗ്രഹമുണ്ട്. വളരെയധികം നല്ല രീതിയിൽ എല്ലാ പരിപാടികളും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. നിങ്ങളുടെ എല്ലാവരെയും സഹായ സഹകരണങ്ങൾ അഭ്യർത്ഥിച്ചുകൊണ്ട് കൂടുതൽ പങ്കാളിത്തം, കൂടുതൽ മെമ്പർഷിപ്പ് എന്ന് മിഷൻ്റെ പ്രവർത്തനത്തെ ശക്തിപ്പെടുത്തണമെന്ന് വിനീതമായിട്ട് അഭ്യർത്ഥിച്ചുകൊള്ളുന്നു. ഹരി ഓം. ചിന്മയ മിഷൻ്റെ ആദ്യകാല അംഗങ്ങളുടെ ഒരാളായ ഞാൻ, എൻ്റെ പേര് മോഹനചന്ദ്രൻ, ചിന്മയ മിഷൻ്റെ സീനിയർ മെമ്പേഴ്സിൽ ഒരാളാണ്. ഇവിടെ ആഴ്ചയിൽ എല്ലാ ദിവസവും തിങ്കളാഴ്ച മുതൽ ഞായറാഴ്ച വരെയുള്ള എല്ലാ ദിവസങ്ങളിലും പരിപാടികൾ, നല്ല നല്ല പരിപാടികൾ നടക്കുന്നുണ്ട്. ഇതിലൊക്കെ എല്ലാവരുടെയും സഹായ സഹകരണങ്ങൾ അഭ്യർത്ഥിക്കുന്നതോടൊപ്പം ഇവിടെ നടത്തുന്ന എല്ലാവർക്കും എൻ്റെ ഭാവുകങ്ങൾ ആശംസിക്കുന്നു. എല്ലാ ആശംസകളും നേരുന്നു. എൻ്റെ പേര് PC ഗിരീഷ് കുമാർ. ഞാൻ ചിന്മയ മിഷൻ്റെ ഓഫീസ് സെക്രട്ടറിയാണ്. കഴിഞ്ഞ 15 വർഷക്കാലമായിട്ട് ഇവിടെ ജോലി ചെയ്യുന്നു. ഈ കഴിഞ്ഞ കാലഘട്ടങ്ങളിലായിട്ട് നൂറുകണക്കിന് ഗീതാജ്ഞാന യജ്ഞങ്ങളും സത്സംഗങ്ങളും ആധ്യാത്മിക പഠന ശിബിരങ്ങളും ക്ലാസ്സുകളും ഒക്കെ ആയിട്ട് ചിന്മയ മിഷൻ അതിൻ്റെ ആധ്യാത്മിക പ്രവർത്തനം അതിഗംഭീരമായിട്ട് മുന്നോട്ട് നടത്തുകയാണ്.